ബുക്കിൻ്റെ ടൈറ്റിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ദച്ചോമയും മാഹിയിലെ പെണ്ണുങ്ങളും. ഞാനിതിൻ്റെ ബ്ലർബിൽ എഴുതിയിട്ടുള്ളൊരു ഭാഗം വായിക്കാം. ഇത് എഴുതിയിട്ടുള്ളത് നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ്. ഫാത്തി സലീം എന്ന എഴുത്തുകാരിക്ക് സ്വന്തം ഭാഷയിലുള്ള അഭിമാനവും അത് ഉപയോഗിക്കാനുള്ള ധീരതയുമാണ് ദച്ചോമയും മാഹിയിലെ പെണ്ണുങ്ങളും എന്ന നോവലിലെ നായിക. നല്ല രസമായിട്ടുണ്ട് ഫാത്തി സലീമിൻ്റെ ആദ്യ സംരംഭം. ഇഷ്ടപ്പെട്ടു, ആർക്കും ഇഷ്ടപ്പെടും. ഞാനും ഈ പുസ്തകം വായിച്ചു, എനിക്കും ഈ പുസ്തകം ഇഷ്ടപ്പെട്ടു. അതായത് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ഭാഷാ രീതിയുണ്ട്. ഇതിൽ ടൈറ്റിലിൽ പറയുന്ന പോലെ തന്നെ മാഹിയുമായി ബന്ധപ്പെട്ടൊരു കഥയാണിത്, നോവലാണ്. അതിലുപയോഗിച്ചിട്ടുള്ള ഭാഷകൾ എന്ന് പറയുന്നത് നമ്മൾ പാൽച്ചായ എന്ന് പറയില്ലേ, ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് പാല് ബീത്തിയ ചായ എന്നാണ്. പാല് ബീത്തിയ ചായ. അതുപോലെ തന്നെ നമ്മൾ ഉമ്മൈബാക്ക് കുപ്പിവളകൾ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ മതി. പക്ഷെ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള വാക്കുകൾ എന്ന് പറയുന്നത് ഉമ്മൈബാക്ക് കുപ്പിവളകളോട് അന്തമില്ലാത്ത മുഹബത്ത്. ഇതിൽ നിന്ന് തന്നെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എങ്ങനെയായിരിക്കും ഈ എഴുത്തിൻ്റെ ശൈലി എന്നുള്ളത്. എനിക്ക് ചോദിക്കാനുള്ളത്, നേരത്തെ കൈതപ്രം എഴുതിയിട്ടുണ്ട് ആദ്യ സംരംഭം എന്നുള്ളത്. എവിടെയായിരുന്നു ഇത്രയും നാൾ? ഞാൻ ജനിച്ചത് ഷാർജയിലാണ്. കുറച്ചു കാലം വരെ 5th സ്റ്റാൻഡേർഡ് വരെയൊക്കെ ഷാർജയിൽ തന്നെയായിരുന്നു എൻ്റെ വിദ്യാഭ്യാസം. അതിനുശേഷം കുറച്ചു കാലം, ഒരു സ്കൂൾ മുതൽ കുറച്ചു കാലമുള്ള ടൈം മാഹിയിലുണ്ടായിരുന്നു. പിന്നീട് കോഴിക്കോട് വന്നു. ഹസ്ബൻഡ് IAS ഓഫീസറാണ്, കോഴിക്കോട് കളക്ടറായിരുന്നു. ഇപ്പം ഞങ്ങൾ കൽക്കട്ടയിൽ. എനിക്ക് 3 പെൺകുട്ടികളാണ്. മൂത്താൾ മെഡിസിൻ, രണ്ടാമത്തെ ആൾ ചെറിയ ചെറിയ ക്ലാസ്സുകളിലൊക്കെ. ഇപ്പോൾ കുട്ടികളൊക്കെ ഒന്ന് സെറ്റായി അങ്ങനെയൊക്കെ ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് കുറച്ച് എന്താ പറയുക, നമ്മൾ കുറച്ച് റിലാക്സ്ഡ് മോഡിലായിട്ടിരിക്കുമ്പോൾ ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ആലോചിക്കുമ്പോൾ അപ്പോഴാണ് കൂടുതൽ വായിക്കാനും തുടങ്ങിയത്. ആക്ച്വലി ചെറുതിലൊന്നും അങ്ങനെ വായിക്കുന്ന ആളൊന്നും ആയിരുന്നില്ല. മോണോ ആക്റ്റും നാടകങ്ങളും അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം വായിക്കാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ജസ്റ്റ് ഒരു ട്രൈ എന്നുള്ള നിലക്കാണ് ആദ്യം ചെറിയ കഥകളൊക്കെ എഴുതി തുടങ്ങിയത്. പിന്നീട് അതൊരു പുസ്തകത്തിൻ്റെ രൂപത്തിലായി. ആക്സിഡൻ്റലി വന്നതാണ്, ഒരു പ്ലാൻഡ് ജേണി അല്ല. പക്ഷെ ഒരു പ്ലാൻഡ് ജേണി അല്ല എന്നുള്ളത് പുസ്തകം വായിക്കുന്നവർക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഇതിലെ ഓരോ ടൈറ്റിൽ, ഓരോ ചാപ്റ്ററിൻ്റെ പേരുകൾ, ഇതിൽ ഓരോ കഥാപാത്രങ്ങളുടെ പേരുകളാണ്. ഒന്ന് ദച്ചോമ, നങ്ങേലെ ബീത്ത, മൂസാജീൻ്റെ അടുത്ത സെബീത്ത, തുന്നൽക്കാരൻ വിനുവേട്ടൻ, സൂറമ്മായി, കല്യാണയമ്മയും നബീസ്തയും, അത്തായ ബാബ, കല്ലിൻ്റെ പുറത്ത് സൂർത്ത, പണിക്കാരിക്കുട്ടി, അങ്ങനെ പോകുന്നു, ഉമൈബ. ഒരുപാട് പേരുകളും കഥാപാത്രങ്ങളും വരുന്നുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ വിശദമായി തന്നെ ഓരോ പേജിലുമുണ്ട്. ദച്ചോമയെക്കുറിച്ച് മാത്രമല്ല ഈ പുസ്തകം. ദച്ചോമ തുടക്കത്തിലുണ്ട്, അവസാനമുണ്ട്, ഇടയ്ക്ക് പല സ്ഥലത്തും വന്നു പോകുന്നുമുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ദച്ചോമയെ ടൈറ്റിലോട്ട് കൊണ്ടുവരാൻ കാരണം? അത് ആക്ച്വലി ഉമൈബ എന്ന് പറയുന്ന സെൻട്രൽ ക്യാരക്ടർ, ആ കുട്ടി എല്ലാവരടുത്തും ക്ലോസ് അല്ല. ചാപ്റ്ററിൽ ഈ പറയുന്ന ഇത്രയും പേരുകളുണ്ടെങ്കിലും ആ കുട്ടി ഏറ്റവും ക്ലോസ് ആയിട്ടുള്ളത് ദച്ചോമൻ്റെ കൂടെയാണ്. വീട്ടിലെ വേലക്കാരിയാണ് ദച്ചോമ. അപ്പോൾ ദച്ചോമൻ്റെ കൂടെയാണ് ഈ ഉമൈബ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ളത്. അതുകൊണ്ടാണ് ശരിക്കും എനിക്ക് അങ്ങനെ ദച്ചോമ എന്നുള്ളൊരു ടൈറ്റിൽ കൊടുക്കാൻ തോന്നിയത്. ഉമൈബയുടെ ജേണിയാണത് ആക്ച്വലി. ഉമൈബ ഏറ്റവും ക്ലോസ് ആയിട്ട് അധികം ആളുകളോടൊന്നും ഷെയർ ചെയ്യാത്ത കുറേ കാര്യങ്ങൾ, ഡൗട്ട്സ്, കാര്യങ്ങളൊക്കെ ഈ വീട്ടിൽ സഹായത്തിന് നിൽക്കുന്ന ഈ ദച്ചോമൻ്റെ കൂടെയാണ് എല്ലാം ഷെയർ ചെയ്യുന്നത്. ആ ഒരു കോൺസെപ്റ്റിൽ ആലോചിച്ചപ്പോൾ ഉമൈബയുടെ ഏറ്റവും ക്ലോസ് ഫ്രണ്ട് എന്ന് പറയുന്നത് ദച്ചോമയാണ്. അതുകൊണ്ടാണ് ദച്ചോമൻ്റെ ഒരു പെർസെപ്ഷനാണ് ബാക്കിയുള്ള പെണ്ണുങ്ങളെയൊക്കെ പറ്റിയിട്ടും ചുറ്റുമുള്ള ഒരു ആണുങ്ങളെ ലോകത്തിനെ പറ്റിയൊക്കെ ദച്ചോമയാണ് ഉമൈബാക്ക് ഇടയ്ക്കിടയ്ക്കായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ ആണെങ്കിലും പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അത് ദച്ചോമയിൽ ഒരു ലീഡിങ് റോളായിട്ട് വരുന്നത്. ഇതിൽ പല ക്യാരക്ടേഴ്സും നമുക്ക് റിയൽ ലൈഫ് ക്യാരക്ടേഴ്സായിട്ടാണ് തോന്നുന്നത്. അല്ല, എല്ലാം അങ്ങനെയായാൽ നമുക്കങ്ങനെ കഥ എഴുതാൻ പറ്റില്ല. പക്ഷെ മെജോറിറ്റി അതെയാണ്. ഇതിൽ പ്ലോട്ട് ഒരു ഏകദേശം ഏത് കാലഘട്ടത്തിലാണ് ഈ പ്ലോട്ട് നടക്കുന്നത്?
80s ആയിരിക്കണം. 80s. ഇതില് എനിക്ക് വളരെ കൗതുകകരമായിട്ടുള്ള ഒരുപാട് എഴുത്തുകളുണ്ട് ഇതിൽ. ശരിക്കും ഈ പുസ്തകത്തിൽ ഒരു ഇല്ലസ്ട്രേഷൻ്റെ ആവശ്യമില്ല, അധികം ഇല്ലസ്ട്രേഷൻസ് ഒന്നും ഇതിലില്ല. കാരണം ഇല്ലസ്ട്രേഷൻ്റെ ആവശ്യമില്ല എന്ന് പറയാൻ കാരണം ഓരോ കഥാപാത്രങ്ങളെയും കുറിച്ച് എഴുതുമ്പോൾ അതിന് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട്. ഞാൻ ദച്ചോമയുടെ കാര്യം തന്നെ പറയാം. വെറ്റിലടയ്ക്ക ചവച്ച വായിലെ കറയുള്ള ഉന്തിയ പല്ല് കാണിച്ച് ദച്ചോമ തിരിച്ചു. തലയിൽ ഓലയും മടലും വെച്ച് കൈയോണ്ട് താങ്ങി പിടിച്ചിട്ടുണ്ട്. ഇത് പറയുമ്പോൾ തന്നെ നമുക്ക് ദച്ചോമയെക്കുറിച്ചൊരു ധാരണ കിട്ടുന്നുണ്ട് അല്ലേ? ദച്ചോമ എങ്ങനെയായിരിക്കും എന്നുള്ളത്. അപ്പോൾ വായനക്കാർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. അവർ എങ്ങനെയാണ് ഇമേജിൻ ചെയ്യേണ്ടത്, കഥാപാത്രത്തെ എങ്ങനെയാണ് ഇമേജിൻ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് പൂർണ്ണ സ്വാതന്ത്ര്യം ഈ പുസ്തകം കൊടുത്തിട്ടുണ്ട്, എഴുത്തുകാരി കൊടുത്തിട്ടുണ്ട്. പക്ഷെ ചിലയിടങ്ങളിൽ ഇല്ലസ്ട്രേഷൻ ഉള്ളത് വളരെ ഉപകാരമായും തോന്നിയിട്ടുണ്ട്. കാരണം 7ന്റെ വെള്ളം എന്തായിരിക്കും? 7ന്റെ വെള്ളം എന്ന് എഴുതി. അതുപോലെ തന്നെ ഒരുപാട് ഭാഷകൾ, ഒരുപാട് മലബാർ രീതിയിലുള്ള ഒരുപാട് ശൈലികൾ പ്രയോഗിച്ചിട്ടുണ്ട്. എനിക്ക് മനസ്സിലായില്ല 7ന്റെ വെള്ളം എന്താണ്. ഞാൻ പിന്നെ ആലോചിച്ചു എന്തായിരിക്കും എന്ന് ആലോചിച്ചു. പിന്നെയാണ് അവിടെ ഇല്ലസ്ട്രേഷനിൽ 7up എന്ന് കണ്ടത്. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതില്ലാതെയും മനസ്സിലാക്കാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇല്ലസ്ട്രേഷൻ ഈ കഥാപാത്രങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ എന്തായിരുന്നു മനസ്സിൽ? ഇവരെ വായനക്കാരോട് സംസാരിക്കണം എന്ന് വിചാരിച്ചിട്ടാണോ ആ കഥാപാത്രങ്ങളെ കൊണ്ടുവന്നത്? ഇല്ല, ഇല്ലസ്ട്രേഷൻ ചെയ്തത് അഫ്രീൻ ബദർ എന്ന് പറയുന്ന ഒരു കുട്ടിയാണ്. അപ്പം ഞാൻ അവർക്ക് ഓരോ കഥയിലെയും ഒരു പിൻ പോയിൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുകയും അത് അവൾ തന്നെ വരയ്ക്കുകയും ചെയ്തതാണ്. അതങ്ങനെ പ്ലാൻ ഒരു അതിൻ്റെ പറയുക ഈസ്തെറ്റിക് സെൻസിൽ ചെയ്തു എന്നേ ഉള്ളൂ, അല്ലാതെ വേറെ വലിയ ആലോചനകളൊന്നും നടത്താതെ ചെയ്ത കാര്യമാണ്. സാമൂഹ്യ പ്രാധാന്യമുള്ള ഒരുപാട് വിഷയങ്ങൾ ഈ പുസ്തകത്തിൽ ചർച്ചയാവുന്നുണ്ട്. ഒരുപാട് വിഷയങ്ങൾ ഈ പുസ്തകം വായിക്കുമ്പോൾ അറിയാൻ പറ്റും. പക്ഷേ അതൊന്നും ഒരു വിമർശനമായിട്ട് നമുക്ക് തോന്നാറില്ല. ആ രീതിയിലാണ് ഇവരതിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. വളരെ സരസമായിട്ട് അല്പം ഹാസ്യത്തിൻ്റെയൊക്കെ മേമ്പൊടിയെല്ലാം ചേർത്തിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ആ വിമർശിക്കണം എന്ന് വിചാരിച്ചിട്ടാണോ അതോ ആ കഥാപാത്രം അന്ന് നടന്ന കാര്യങ്ങൾ അതേപടി ഇതിൽ എഴുതിയിട്ടുള്ളതാണോ? കാരണം ഞാൻ ചോദിക്കാൻ കാരണം എന്ന് വെച്ചാൽ ആ കാര്യങ്ങൾക്കൊക്കെ ഇന്നും ആനുകാലിക പ്രസക്തി ഉണ്ടെന്നുള്ളതാണ്. അത് സമൂഹത്തിൽ നടക്കുന്ന അനാചാരങ്ങൾ, ആൺകൊയ്മ മേൽക്കൊയ്മ എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ പലതും വന്നു പോയിട്ടുണ്ട്. പ്ലീസ്. അല്ല, കുറേയൊക്കെ നമ്മൾ ഉമൈബയുടെ സ്റ്റോറിയാണ്. ഉമൈബ എന്ന് പറയുന്നത് ചെറിയൊരു കുട്ടിയാണ്, ഒരു 7th 8th പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടി കാണുന്ന കാര്യങ്ങൾ ആ ലെവലിലുള്ള സാമൂഹിക വിമർശനങ്ങളും അതൊക്കെ മാത്രമേ കഥയിൽ കൊണ്ടുവരാൻ നോക്കിയിട്ടുള്ളൂ. അല്ലാതെ അതിന് മുകളിലുള്ള കാര്യങ്ങൾ ഒന്നും കുട്ടിയുമായി ബന്ധപ്പെട്ട് അവർ കാണുമ്പോൾ അവർക്ക് തോന്നുന്ന കുറേ സംശയങ്ങളും. പക്ഷേ ആക്ച്വലി ഒരു സമൂഹത്തിലാണല്ലോ നിൽക്കുന്നത്, അപ്പോൾ സമൂഹത്തിൽ ഉണ്ടാവുന്ന കുറേ കാര്യങ്ങളും കുട്ടി ചോദിക്കുന്നുണ്ട്, ഡൗട്ടുണ്ട്, അതൊക്കെ തന്നെ വന്നു പോയി എന്നേ ഉള്ളൂ. അതിപ്പോഴും പ്രസക്തമാണ്. അതിലുള്ള ചോദ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഇപ്പോഴും നമ്മൾ പറഞ്ഞല്ലോ, ഉമൈബ ചോദിക്കുന്നുണ്ട് 4 കല്യാണം കഴിച്ചാൽ എന്താന്ന് ചോദിക്കുന്നുണ്ട്. അത് ആക്ച്വലി എനിക്കൊക്കെ ഉള്ള ഡൗട്ടാണ്. ആണുങ്ങൾക്ക് കല്യാണം കഴിക്കാമെങ്കിൽ നമുക്കും 4 കല്യാണം കഴിച്ചാൽ എന്താന്നൊക്കെ നമ്മൾ കുട്ടിയായിരിക്കുമ്പോൾ തോന്നിയൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഒരു ജെന്യൂനായിട്ട് തോന്നിയ കുറേ കാര്യങ്ങൾ, അല്ലാതെ സാമൂഹിക കാര്യങ്ങളെ വിമർശിക്കണം എന്ന രീതിയിൽ അതിൽ ഡെലിബറേറ്റ് ആയിട്ടൊന്നും കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടില്ല. നാച്ചുറൽ ഫ്ലോയിൽ വന്നതാണ്, ചുറ്റും കണ്ട കാര്യങ്ങൾ തന്നെയാണ്. ചില വില്ലൻ കഥാപാത്രങ്ങളൊക്കെ ഉണ്ട് ഇതിൽ. നമ്മൾ കീരിക്കാടൻ ജോസ് എന്നൊക്കെ പറയുന്ന പോലെ കുരുക്കൾ കുൽസു. ഈ പുസ്തകം ഇറങ്ങിയതിന് ശേഷം ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല ഇല്ല, അതിൽ പുസ്തകത്തിൽ പറയുന്ന ചില കഥാപാത്രങ്ങളൊന്നും അങ്ങനെ എന്താ പറയുക, പുസ്തകം വായിക്കാൻ മാത്രം പിന്നെ അങ്ങനെ ചെയ്യുന്ന ആളുകളോ അതൊന്നും അല്ല. തനി നാടനായിട്ടുള്ള കുറച്ച് പേരൊക്കെ മരിച്ചുപോയി. പിന്നെ അല്ലാതെയുള്ള ആളുകളൊന്നും പുസ്തകം വായിക്കുന്നല്ലേ ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, ആ ഒരു ഗ്രൂപ്പിലുള്ള ആളുകളൊന്നും അല്ല. അവർക്കൊന്നും അറിയില്ല അവരെക്കുറിച്ച് അങ്ങനെ ഒരു പുസ്തകം ഉണ്ടെന്നുള്ളത്. പറയാതിരിക്കുകയാണ് നല്ലതെന്ന് തോന്നി, അതുകൊണ്ട് അത് പിന്നെ ചർച്ച ചെയ്തിട്ടുമില്ല. ഇതിൽ ആരെങ്കിലൊക്കെ വിളിച്ചിരുന്നോ? ഇടയ്ക്ക് നാട്ടിൽ എൻ്റെ കസിൻ്റെ അടുത്ത് പറഞ്ഞു എന്ന് കേട്ടു. ഫാത്തിയുടെ പുതിയ ബുക്കിൽ ഞാനുണ്ടെന്ന് പറഞ്ഞു. പുള്ളി പക്ഷെ പുള്ളി മരിച്ചുപോയി, പുള്ളിയില്ല, ആക്സിഡൻ്റ് ആയിട്ട് മരിച്ചുപോയി.
എന്താ തോന്നുന്നത് ആ ഒരു അത് കേൾക്കുമ്പോൾ എന്താ തോന്നുന്നത്? അല്ല അത് സന്തോഷം അത്രേ ഉള്ളൂ. അവർ അത് തിരിച്ചറിയുന്നു എന്നുള്ളതും. അതെ അതെ. പിന്നെ കുറേ ആചാരങ്ങൾ എനിക്ക് തന്നെ ഒരുപാട് കൗതുകം തോന്നി. എനിക്ക് മലബാറിൽ അറിയാവുന്ന കുറേ പേരോട് ഞാൻ ചോദിക്കുകയും ചെയ്തു, പക്ഷെ അവർക്കൊന്നും അതിൻ്റെ ഉത്തരം ഉണ്ടായിരുന്നില്ല. തൊട്ടമോതിരം എന്താണ് തൊട്ടമോതിരം? തൊട്ടമോതിരം എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ചിട്ട് പിറ്റേ ദിവസം അതിൻ്റെ ഉള്ളിലായിട്ട് ഈ പെണ്ണിന് ചെക്കൻ കൊടുക്കുന്ന മോതിരമാണ് തൊട്ടമോതിരം. തൊട്ടമോതിരം മീൻസ് ആ പേരിൽ തന്നെ ഉണ്ട്. ഐ ഡോണ്ട് ഹാവ് ടു എക്സ്പ്ലെയിൻ. മീൻസ് കല്യാണം കഴിഞ്ഞ ഫസ്റ്റ് ദിവസം കഴിഞ്ഞിട്ട് ഭർത്താവ് ഭാര്യയ്ക്ക് കൊടുക്കുന്ന ഒരു മോതിരമാണ്. അപ്പോൾ അത് കിട്ടാത്തതിനാണ് ഒരു വീട്ടിൽ വഴക്കുണ്ടായ കഥയൊക്കെ പറഞ്ഞത്. പക്ഷേ അവർ കണക്ക് വെച്ച് പറയുന്നത് ആ കല്യാണം കഴിച്ച ആ മാസം തന്നെ അവൾ പ്രഗ്നൻ്റ് ആയി, മീൻസ് കുട്ടിയൊക്കെ ഉണ്ടായി. പക്ഷേ എന്നിട്ട് പോലും തൊട്ട മോതിരം അവൻ കൊടുത്തില്ല എന്നുള്ളതാണ് കംപ്ലൈൻറ്റ്. അങ്ങനെ കുറേ ഫണ്ണി കാര്യങ്ങളുണ്ട് അവിടെ. മലബാറിൽ ഭയങ്കര രസമുള്ള കുറേ കാര്യങ്ങളുണ്ട്. നമ്മളിങ്ങനെ പറയുന്ന പോലെ സ്ത്രീകൾ അവിടെ നമ്മളിങ്ങനെ കാണുമ്പോൾ അവരിങ്ങനെ റൂമിലും അല്ലെങ്കിൽ വീട്ടിൻ്റെ അകത്തലൊക്കെ പറയും. പക്ഷെ അവർക്കാണെങ്കിലും അവരൊരു പ്രൊട്ടക്റ്റീവിൽ അവർക്കൊരു ഫൺ ഏരിയ ഉണ്ട്. ഇപ്പം ഞാനിപ്പോൾ മൂവാറ്റുപുഴയാണ് കല്യാണം കഴിച്ച് പോയത്. ചിലപ്പോൾ ഒരുപക്ഷെ മൂവാറ്റുപുഴ കല്യാണം കഴിച്ച് പോയില്ലെങ്കിൽ ഞാൻ മാഹിയുടെ ആ ഒരു കാര്യങ്ങളൊന്നും ഞാൻ ചിലപ്പോൾ ഡിസ്കസ് ചെയ്യില്ലായിരിക്കും. കാരണം അപ്പോഴാണ് നമ്മൾ ഇതൊരു ഹ്യൂജ് ഡിഫറൻസ് ഉണ്ടെന്നുള്ളത് അറിയുന്നത്. കാരണം മാഹിയിലെ ഇപ്പോൾ ഒരു കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്ന് ഭയങ്കര തമാശയും കളിയും ചിരിയും കുറേ ജോക്സൊക്കെ പറയുക ഒരു ടീം ഓഫ് പീപ്പിൾ അതിനു വേണ്ടി ഉണ്ടാവും. പക്ഷേ മൂവാറ്റുപുഴയിലേക്കൊക്കെ വരുമ്പോൾ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ചർച്ച, എന്തിനാ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നേ എന്നുള്ളതാണ്. എൻ്റെ ഹസ്ബൻഡ് തമാശയ്ക്ക് പറയും, നമ്മളെ വീട്ടിൽ ലവ് ബേർഡ്സും ഉണ്ട് പ്രാവും ഉണ്ട്. അപ്പോൾ എന്നോട് പറയും, ലവ് ബേർഡ്സിന് കാണിച്ചിട്ട് ഇത് മാഹിക്കാരാണ്, തീറ്റയും കുടിയും റൊമാൻസും മാത്രമേ ഉള്ളൂ അവർക്കെന്ന് പറയും. ഞാൻ തിരിച്ചു പറയും, പ്രാവ് അത് മൂവാറ്റുപുഴ ഏരിയയിലാണ്, മറ്റവൻ ഇത്ര കെട്ടിടം മേടിച്ചാർന്നു, ഇവൻ ഇത്ര സ്ഥലം മേടിച്ചാർന്നു, അതാ അവർക്ക് ടെൻഷൻ എന്ന് പറയും. അതുപോലെ മാഹിക്കാരും ബംഗാളികളൊക്കെ ഒരുപോലെയാണ്. ദേ എൻജോയ് ലൈഫ്, അത്രേ ഉള്ളൂ. പിന്നെ ഇതിൽ എഴുതിയിട്ടുണ്ട്, ഫ്രോക്കിൻ്റെ കൂടെ സ്കാർഫ് ഇടാൻ ഉമൈബാക്ക് ഇഷ്ടമല്ല, എന്നാലും സദുർസ്താദ് കണ്ടാലോ എന്ന് പേടിച്ചിട്ട് ഇടുന്നതാണെന്ന് പറയുന്നുണ്ട്. അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോഴും റെലവൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ ഒരു വ്യക്തി സ്വാതന്ത്ര്യം, അതിനെ ചോദ്യം ചെയ്യപ്പെടുക, അല്ലെങ്കിൽ അതിൻ്റെ ഭീതിയിൽ ജീവിക്കുക എന്നുള്ളതൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ? എന്താ തോന്നിയിട്ടുള്ളത്? അതല്ലെങ്കിൽ ഇപ്പോൾ കൊൽക്കത്തയിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്, ഒന്ന് കമ്പയർ ചെയ്യാവോ? നമ്മുടെ കുട്ടിക്കാലത്തുള്ളതിനേക്കാളും ഇപ്പം എൻ്റെ മക്കളുടെ കേസിലൊക്കെ എടുക്കുകയാണെങ്കിൽ എൻ്റെ ഉമ്മ എന്നോട് എങ്ങനെയാണോ ബിഹേവ് ചെയ്തത് അതുപോലെ തന്നെയാണ് ഞാൻ എൻ്റെ കുട്ടികളോട് ഇപ്പോൾ ബിഹേവ് ചെയ്യുന്നത്. വലിയ മാറ്റമൊന്നുമില്ല. ഞാൻ അവരോട് പറയുന്നത് അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെ തന്നെയാണ്. ഒരു മദറായി വരുമ്പോൾ നമ്മൾ നാച്ചുറലി അങ്ങനെ ആയി പോകുന്നുണ്ട്. പക്ഷേ കുട്ടികളത് അനുസരിക്കുന്നില്ല. ഞാനൊക്കെ ഭയങ്കര കൂളായിട്ട് അനുസരിച്ച് പോയായിരുന്നു. പക്ഷെ കുട്ടികളത് കേൾക്കില്ല, അനുസരിക്കില്ല. അപ്പോൾ ആ ജനറേഷണൽ ഗ്യാപ്പും സ്ഥലങ്ങളുടെ ഡിഫറൻസും ഒക്കെ കാണാനും അറിയാനും ഒക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോഴും റെലവൻ്റാണ്. നമുക്കൊരു പേടി ഉള്ളിൽ എപ്പോഴും ഉണ്ട്. ആ ഒരു ചെറുതിൽ നമ്മൾ കണ്ടു പഠിച്ച ആ ഒരു പേടി ഉണ്ടാവുമല്ലോ. ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ അഭിനയത്തോടൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു പറഞ്ഞു. എഴുത്തിനെ കുറിച്ച് എവിടെയും പറഞ്ഞും കേട്ടിട്ടുമില്ല. അഭിനയം ഏത് തരത്തിലുള്ള അഭിനയമായിരുന്നു താല്പര്യം ഉണ്ടായിരുന്നത്? എഴുത്തിലോ? ഏത് തരത്തിലുള്ള അഭിനയമായിരുന്നു താല്പര്യം ഉണ്ടായിരുന്നത്? അല്ല, ഞാൻ സ്കൂളുകളിലൊക്കെ മോണാക്ട്, ഡ്രാമ അതൊക്കെയായിരുന്നു. മോണാക്റ്റ് ആയിരുന്നു മെയിൻ. ചെറുത് മുതൽ കുറേ ക്ലാസ് വരെ, ഹൈ സ്റ്റാൻഡേർഡ് വരെ സ്കൂളിലും കോളേജിലൊക്കെ. അപ്പം അതങ്ങനെ കിടക്കുന്നുണ്ട്. അത് പിന്നീട് മുന്നോട്ട് പിന്നെ എനിക്ക് തോന്നുന്നു അത് എഴുതുമ്പോൾ നമുക്ക് കുറച്ചൊരു എനർജി, എന്തോ ഒരു ലെവലിലുള്ള ഒരു മാനിഫെസ്റ്റേഷൻ അതിൽ സംഭവിക്കും. നമുക്ക് അതായിരിക്കണം ചിലപ്പോൾ എഴുത്തിലേക്ക് വന്നത്, അഭിനയം മാറി വന്നതായിരിക്കും. എഴുത്തിലെ ഭാവി പരിപാടികൾ എന്താണ്? ഇനി എൻ്റെ അടുത്തൊരു പുസ്തകം ബംഗാൾ ബേസ് ചെയ്തിട്ട്, ഞാൻ കൽക്കട്ടയിലാണ് സെറ്റിൽഡ്, അപ്പോൾ ബംഗാളിലെ ബേസ് ചെയ്തിട്ടുള്ളൊരു പുസ്തകമാണ് അത്. ഒരു ശുചീകരണ തൊഴിലാളിയുടെ, സാനിറ്ററി വർക്കറിൻ്റെ കഥ പറയുന്ന പുസ്തകമാണ്. ഇറ്റ്സ് ടോട്ടലി ഡിഫറെൻറ്റ് ഫ്രം ദച്ചോമ. അപ്പോൾ മേ ബി ഒരു 2 months കൂടെ കഴിയുമ്പോഴത്തേക്കും ഇറങ്ങുമായിരിക്കും. അതെ. ഇതിൻ്റെ ഒരു ട്രാൻസ്ലേഷനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ്. എന്താണ് അതിൻ്റെ പുരോഗതി, എന്താണ് അതിൻ്റെ വിവരങ്ങളൊന്നും? ഇതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ദേവിക ചേച്ചിയുടെ സ്വന്തം ഇനീഷ്യേറ്റീവിൽ തന്നെ എൻ്റെ അടുത്ത് വിളിച്ച് സംസാരിക്കുകയും ഇപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ബുക്ക് പെൻഗ്വിൻസ് ഇതിലാണുള്ളത് ട്രാൻസ്ലേഷൻ. അപ്പോൾ അതിൻ്റെ ഒരു പേജ് കാര്യങ്ങളൊക്കെ ആയിട്ട് അത് അവർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു.
മേ ബി ഇപ്പം അടുത്ത് തന്നെ ഉണ്ടാവും പെൻഗ്വിനിൽ അതിൻ്റെ പബ്ലിഷിങ്. മിനി കൃഷ്ണൻ ഉണ്ടല്ലോ, അവരുമൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞു ട്രാൻസ്ലേഷനെ പറ്റിയിട്ടൊക്കെ. അപ്പോൾ ഇറ്റ്സ് ഗുഡ് ഗോയിങ് ഓൺ. അന്ന് സമൂഹത്തിലുണ്ടായിരുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് തന്നെ പറയുകയാണ്. അത് ഇന്നും ആനുകാലികമായിട്ട് പ്രാധാന്യമുള്ള പല വിഷയങ്ങളും ഞാൻ കഴിഞ്ഞ ദിവസം മുൻ മന്ത്രിയായിട്ടുള്ള ശൈലജ ടീച്ചർ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ശൈലജ ടീച്ചർ എഴുതിയതും വിശദമായിട്ട് ഈ പറഞ്ഞ കാര്യം തന്നെയാണ് എഴുതിയിട്ടുള്ളത്. അനാചാരങ്ങളും, അതായത് മുമ്പ് ദീനം വന്ന കുട്ടിയെ പുറത്തിരുത്തുക, വെള്ളം തളിക്കുക എന്നുള്ളതൊക്കെ, അതൊക്കെ ഇപ്പോഴും മായാതെ അങ്ങനെ തന്നെ കിടക്കുന്നത് കൊണ്ടാണോ എഴുത്തിൽ വന്നത്? അതിൽ ആക്ച്വലി സുഖം ഇല്ലാണ്ടായി കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ മെൻ്റൽ ഹെൽത്ത് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ഇപ്പോഴാണ് ആളുകൾ കുറേ റിലവൻ്റ് ആയിട്ടും അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നതും അതൊരു മോശം കാര്യമല്ല ഡിസ്കസ് ചെയ്യുന്നത്, അതിൻ്റെ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോകുന്നത് എന്നൊക്കെ ഉള്ളത് ഇപ്പോഴാണ് നമ്മൾ അറിഞ്ഞു തുടങ്ങുന്നത്. ആ ടൈമിലൊക്കെ ആർക്കെങ്കിലും ആ രീതിയിൽ എന്തെങ്കിലുമൊക്കെ സുഖമില്ലാണ്ടായി, എന്തെങ്കിലും ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ തങ്ങന്മാരുടെ അടുത്ത് കൊണ്ടുപോവുക അല്ലെങ്കിൽ ബീത്താൻ്റെ അടുത്ത് പോവുക, അതൊന്നും തെറ്റാണെന്ന് ഞാൻ ആ പുസ്തകത്തിൽ എവിടെയും പറഞ്ഞിട്ടില്ല. ഇൻ എ സെൻസ് കുറച്ച് പേർക്കെങ്കിലും അത് ആ ടൈമിൽ റിലീഫ് ആവുന്നതുണ്ട്. ചില ആളുകളുടെ അടുത്ത് പോയി ബീത്ത ഇങ്ങനെ പറയുമ്പോൾ അല്ലെങ്കിൽ തങ്ങളുപ്പാപ്പ ഇങ്ങനെ പറയുമ്പോൾ അതൊരു റിലീഫ്, എന്തെങ്കിലും ഒരു ദിക്റ് ചൊല്ല അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുക അങ്ങനെയൊക്കെ പറയുമ്പോൾ അതൊരു റിലീഫിലെടുക്കുന്ന ആളുകളുണ്ട്. അത് കുറേ പേർക്ക് റിലീഫാണ്, അത് ട്രൂത്ത് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു കുട്ടിക്ക് സുഖമില്ലാണ്ടാവുമ്പോൾ അത് അവർ മടൽ വെച്ച് അടിക്കുകയും ജിന്ന് കയറിയതാന്ന് പറഞ്ഞിട്ട് അടിച്ചിട്ട് ക്ലോസ്ഡ് റൂമിലേക്ക് വെള്ളം തളിച്ചിട്ട് പുറത്തേക്ക് കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നത് കുട്ടി വാതിൽ തുറക്കാത്തതുകൊണ്ട്. അതാണ് ഞാൻ അതിൽ പറഞ്ഞത്. അത് ആക്ച്വലി അവർ ദുഷ്ടന്മാരാണെന്ന് കാണിക്കാനല്ല ഞാൻ പറഞ്ഞത്, ആളുകൾക്ക് അറിയില്ല. മനസ്സിന് സുഖമില്ലാണ്ടായ മനുഷ്യൻ ഇങ്ങനെയൊക്കെ കാണിക്കും, അതിനൊരു ഡോക്ടറെ അടുത്താണ് പോകേണ്ടതെന്നുള്ളത് അറിയില്ല. അത് അവയർനെസ്സിൻ്റെ കുറവ് എന്നുള്ളതാണ്. ഇതിൽ നമ്മൾ വില്ലത്തി എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ പോലും ഒരു നെഗറ്റീവ് ഷെയ്ഡോടുകൂടി എഴുതിയിട്ടുള്ള ഒരാളാണ് കുരുക്കൾ കുൽസു. അപ്പോൾ കുരുക്കൾ കുൽസുവിനെ കുറിച്ച് സംസാരിക്കുന്നത്, ആ നാട്ടിലുള്ള ആളുകൾ സംസാരിക്കുന്നത് തന്നെ ഇവർ പലരിൽ നിന്നും കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒരിക്കൽ കുരുക്കൾ കുൽസുവിനെ കുറിച്ചിട്ട് ചോദിക്കുമ്പോൾ ആരോടെ ചോദിക്കുന്നത്? സീനുത്താനോട് ചോദിക്കുമ്പോൾ സീനുത്ത പറയാണ് പതുക്കെ പറ, കാരണം ആ പേര് ഉറക്കെ പറയുന്നത് പോലും ഒരു തെറ്റാണ് എന്ന രീതിയിലാണത് പറഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ എന്താ കാര്യം എന്ന് ചോദിക്കാൻ പറയുന്നത് ഓൾക്ക് ആണുങ്ങളോടൊക്കെ കൊഞ്ചലും കുഴയലുമാണ് എന്നുള്ളതാണ്. അതിനിപ്പോൾ എന്താ എന്ന് ചോദിക്കുന്നുണ്ട്. അല്ല, ഏതാണുങ്ങളോട് എന്നാ ചോദിക്കുന്നത്? അവരെല്ലാവരോടും. അപ്പോൾ ആണുങ്ങളോ? ഈ വരുന്ന മറുപടികൾ മുഴുവൻ അങ്ങനെയാണ്. ആണുങ്ങൾക്കാവാമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് പെണ്ണുങ്ങൾക്കായിക്കൂടാ എന്നുള്ളതാണ്. അല്ല, കുരുക്കൾ കുൽസു എന്ന് പറയുന്നത് ആക്ച്വലി ആ നാട്ടിലുള്ളൊരു ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് അങ്ങനെയുള്ളൊരു, നമ്മൾ പറയില്ലേ ദേശി ആയിട്ട് ആ നാട്ടിലൊക്കെ ഉള്ളൊരു ആയിരിക്കണം. കാരണം ആ ടൈമിലൊക്കെ ആളുകൾ അവളെക്കുറിച്ച് പറയുന്നതോ ഇതാക്കുന്നതോ ചർച്ച ചെയ്യാനൊന്നും പാടില്ല എന്നുള്ളൊരു ഇതിലായിരുന്നു. അപ്പോൾ ആണുങ്ങൾ അല്ല, അവളെല്ലാ ആണുങ്ങളോടും കൊഞ്ചും എന്നാണ് ഇവർ അതിനുള്ള ഒരു കുറ്റം പറയുന്നത്. കൊഞ്ചും എന്ന് പറഞ്ഞാൽ ആ കുട്ടിയോട് പറയാൻ പറ്റിയൊരു വാക്ക് അതായത് കൊണ്ട് അത് അവർ യൂസ് ചെയ്യുന്നതേ ഉള്ളൂ, അതിനു മുകളിലുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും. അപ്പം തിരിച്ച് ആണുങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ അതിപ്പോൾ ആണുങ്ങളല്ലേ, അങ്ങോട്ട് കൊഞ്ചുക ഇങ്ങോട്ട് കൊഞ്ചാത്ത ആണുങ്ങളില്ല എന്നതൊരു ട്രൂത്താണെന്നാണ് പറയുന്നത്. അല്ല മീൻസ് അത് ആണുങ്ങളെ ഭാഗം അത് സേഫാണ്, അത് സീൽഡാണ്, അവരങ്ങനെയാണ്. പക്ഷെ പെണ്ണുങ്ങൾ അങ്ങനെ ആവാൻ പാടില്ല എന്നുള്ളത് അതൊരു റൂളാണ്. അന്നും ഇന്നും എന്നും അതൊരു റൂളാണ്, മാറ്റമൊന്നുമില്ല. ഇല്ല, ചർച്ചകളൊക്കെ വന്നും പോയിക്കൊണ്ടിരിക്കും, പക്ഷെ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ കൊൽക്കത്തയിലെ ജീവിതം ഇവിടുത്തെ ജീവിതമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ നാടാണ്, ബട്ട് സ്റ്റിൽ താങ്കളിപ്പോൾ ഒരു കൊൽക്കത്തക്കാരിയെ പോലെ ആയി. ഏകദേശം എത്ര വർഷമായി ഇപ്പോൾ? ഒരു 20 years. അപ്പോൾ അല്ല, ഇൻ ബിറ്റ്വീൻ ഒരു 5 വർഷം കോഴിക്കോടുണ്ടായിരുന്നു. കോഴിക്കോട് മുൻ കളക്ടറായിരുന്ന PB സലീമിൻ്റെ പത്നിയാണ്. അദ്ദേഹം ഇപ്പോൾ വെസ്റ്റ് ബംഗാൾ കേഡറിലാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെയാണ് കൊൽക്കത്തയിലെത്തിയത്. അപ്പോൾ അവിടുത്തെ ജീവിതവും ഇവിടുത്തെ ജീവിതവും ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും? അവിടെ എന്ന് വെച്ചാൽ ഞാൻ പറയുമല്ലോ, മാഹിക്കാരെ പോലെയാണ് ആക്ച്വലി തനി ബംഗാളികൾ ഉച്ചയ്ക്ക് റെസ്റ്റൊക്കെ എടുത്ത് കടയൊക്കെ അടച്ച് ലാവിഷായിട്ട് മാത്രമേ അടുത്ത പരിപാടി അവർ വൈകുന്നേരത്തെ കട തുറക്കുള്ളൂ. നമ്മളിവിടെയൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെ ഉച്ചയ്ക്കൊന്നും കട അടക്കുന്ന പരിപാടിയില്ലല്ലോ. ഉച്ചയ്ക്ക് ഉറങ്ങാനായിട്ടോ അല്ലെങ്കിൽ ഒന്ന് റെസ്റ്റ് എടുക്കാനായിട്ടൊന്നും ആരും കട അടക്കില്ല. നമുക്ക് കച്ചവടമാണ് മെയിൻ. അവരങ്ങനെയല്ല, അവർ രാവിലെ ഒരു 11 മണിക്ക് കട തുറക്കും,
എന്നിട്ട് പതുക്കെ ഉച്ചയാകുമ്പോൾ പിന്നെയും ഒന്ന് റെസ്റ്റ് ചെയ്യും, പിന്നെ വൈകിട്ടാകുമ്പോൾ പിന്നെയും അവർക്ക് ലെഷർ ലൈഫ് എൻജോയ്മെൻറ്റ്. ചെറിയ ആളുകളാണെങ്കിലും അവർ ഇടയ്ക്കിടയ്ക്ക് ടൂറ് പോകും. ഇപ്പോൾ എൻ്റെ വീട്ടിലുള്ള കുക്ക് അല്ലെങ്കിൽ വേറെ ഹെൽപ്പ് അവർ പറയും ഭാരത്തെ ജാബോ എന്ന് പറയും. അപ്പം ഞാനിങ്ങനെ ആലോചിക്കും, നമ്മളെ നാട്ടിലൊന്നും ഇങ്ങനെ അല്ലേ. അപ്പോൾ ഇവർക്ക് പക്ഷേ അങ്ങനെയല്ല, ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കറങ്ങാൻ പോകണം, അങ്ങനെയുള്ളൊരു ആളുകളാണ്. അത് മാഹിയിലും ആയതുണ്ട്. മാഹിക്കാരെ സന്തോഷിപ്പിക്കാൻ നമുക്ക് ഭയങ്കര എളുപ്പമാണ്. അവർക്ക് വലിയ വലിയ ഡ്രീംസ് ഒന്നുമില്ല, അവർക്ക് കുഞ്ഞു കാര്യത്തിൽ തന്നെ അവർ ഹാപ്പി പീപ്പിൾ. അതുപോലെയാണ് ബംഗാളികളെന്ന് എനിക്ക് തോന്നുന്നു. ഓൺട്രപ്രണർഷിപ്പ് ഒന്നും അവർക്കില്ല. അവർ ഇതെടുക്കില്ല, പിന്നെ സ്ട്രെസ് എടുത്തൊന്നും ചെയ്യത്തില്ല. ദേ ആർ ഹാപ്പി. അവർക്ക് പെട്ടെന്ന് തന്നെ മാഥ ഖറാബാവും, പെട്ടെന്ന് ചൂടെടുക്കും, പെട്ടെന്ന് ടെൻഷനാവും. അപ്പോൾ അവർ അതൊക്കെ ആ ഭാഗത്തേക്ക് അവർ പോവില്ല. പല സ്ഥലത്തും പരാമർശിക്കപ്പെട്ട് കണ്ടൊരു ടെർമിനോളജിയാണ്, അതായത് ഷെയ്ത്താനും ബലാലും പിശാചും എല്ലാം ഒന്നെ മോളേന്ന് ദച്ചോമ ഉമൈബാനോട് പലതവണ പറയുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്ന് വിവരിക്കാവോ? കാരണം അതിനും ഈ പറഞ്ഞ പോലെ ഇപ്പോഴും ഒരു കാലിക പ്രസക്തി ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനത് മാഹി ടേംസിൽ എഴുതിയാണ്. അവിടെ ഈ ഷെയ്ത്താൻ എന്ന് പറയുന്നതിന് പകരം ബലാൽ എന്നാണ് മുസ്ലിം ആളുകളൊക്കെ യൂസ് ചെയ്യുന്നത്. ബലാൽ ഇപ്പോൾ ബലാലെ എന്നാണ് അവർ പറയുക അല്ലേ. അപ്പോൾ ഷെയ്ത്താൻ പിശാജ് എന്നൊക്കെ പറയുന്നത് ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിൽ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ചീത്തയായിട്ടുള്ള ആൾക്കാർ ഇപ്പോൾ ഏത് മതത്തിലാണെങ്കിലും ഇവർ മൂന്ന് കോൺസെപ്റ്റും ഒന്ന് തന്നെയാണ്. അതിനിപ്പോൾ വേറെ പ്രത്യേകതയൊന്നുമില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കോട്ടാണ്, ഡോണ്ട് കംപ്ലൈൻറ്റ് അബൌട്ട് ദ അതർ പീപ്പിൾ ഹൂ സിൻ ഫ്രം യു ഡിഫറെൻ്റ്ലി. നമ്മളും സിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവരും സിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഫസലും എന്തോ തെറ്റ് ചെയ്യുകയാണ്. പക്ഷേ സിൻസ് ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം മൈ സിൻ, ഞാൻ പറയരുത് അതാ പുള്ളി സിൻ ചെയ്യുവാണെന്ന്. ഒന്ന് ഇരുത്തി ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് അയ്യോ ഇത് ഞാൻ വേറൊരു വേർഷനിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ എന്നുള്ളതായാലും നമുക്ക് വരുള്ളൂ. അപ്പോൾ ആ ഒരു സാധനം കൂടെ ഉണ്ടായിരുന്നു ഇതിങ്ങനെ എഴുതുമ്പോൾ. ഞാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കാര്യം, ഇതിന് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ്. കാരണം ഈ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ ഈ പദപ്രയോഗങ്ങളൊക്കെ എങ്ങനെയായിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവുക എന്നൊന്ന്. അത് ഭയങ്കര എക്സലന്റ് ആയിട്ട് ദേവ് ചേച്ചി ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവരുടെ ചോദ്യങ്ങളൊന്ന് കേൾക്കാം. ആക്ച്വലി ഇപ്പോൾ ഈ ബുക്കിൻ്റെ ജസ്റ്റ് സെൻറ്റൻസും സാധനമെല്ലാം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ഇതിലെ കുറേ കഥാപാത്രങ്ങളെ വളരെ വ്യത്യസ്തമായ സ്വഭാവത്തോടെയാണ് ഇതേപോലെ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതേപോലെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഒരു പേഴ്സ്പെക്റ്റീവിൽ നിന്ന് നമ്മുടെ ചിന്തകളും നമ്മുടെ സാധനങ്ങളുമാണ് ഒരു ആമച്വർ റൈറ്റർ അൺകോൺഷ്യസ്ലി അവരുടെ ക്യാരക്ടേഴ്സിന് കൊടുക്കുന്നത്. സോ ഹൗ ആർ യു ഏബിൾ ടു ക്രിയേറ്റ് ക്യാരക്ടേഴ്സ് ദാറ്റ് ഡിഫേർഡ് ഫ്രം യുവർ ലൈക്ക് എസെൻസ്? മനസ്സിലായില്ലേ? എന്ന് വെച്ചാൽ ആ ക്യാരക്ടർ നമ്മുടെ വിശ്വാസത്തിൻ്റെ ചെയ്യുന്ന ഒരു സംഭവം പോലും ചെയ്യില്ല, പക്ഷേ എഴുതി വരുമ്പോൾ ആ ക്യാരക്ടർ അങ്ങനെ ആവുന്നു. ആ ഒരു പ്രോസസ്സിലേക്ക് എത്തിയതും അതേപോലത്തെ കഥാപാത്രങ്ങളെ ഉണ്ടാക്കാനുള്ള ഒരു റീസണും കൂടി ഒന്ന് പറഞ്ഞാൽ നല്ലത്. എവറി ഹ്യൂമൻ ബീങ് ഈസ് ഡിഫറെൻ്റ് അല്ലേ. അപ്പോൾ ഈ ഡിഫറെൻ്റ് ആയ ആളുകളൊക്കെ നമ്മളിൽ നിന്ന് ഒരുപാട് ക്വൈറ്റ് ഡിഫറെൻ്റ് ആണെന്ന് വിചാരിക്കുന്നിടത്താണ് തെറ്റ്. മോർ ഓർ ലെസ് സിമിലർ ആണ് നമ്മൾ. ഡിഫറെൻ്റ് ഇൻ എ വേ നമ്മൾ ആലോചിക്കുന്നത് പോലെ അവർ ആലോചിക്കണമെന്നില്ല. പക്ഷെ നമ്മളെ ബേസിക് ഇമോഷൻസ് ഒരു ഏരിയയിൽ താമസിക്കുന്ന ആളാകുമ്പോൾ, ഇപ്പോൾ എൻ്റെ ഉമ്മയാണെങ്കിലും എൻ്റെ ഉമ്മയുടെ അനിയത്തിയാണെങ്കിലും അല്ലെങ്കിൽ അതുപോലെ അതിൽ വരുന്നു പോകുന്ന മൂസാജി സെബീത്തയാണെങ്കിലും അവർക്കൊക്കെ ഉള്ള ഒരു ഞാനതിലും പ്രത്യേകം പറയുന്നുണ്ട്, മൊഞ്ച് എന്നുള്ളൊരു കോൺസെപ്റ്റ്. മാഹിയിൽ മൊഞ്ചിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. ഇപ്പോഴും അതെ, പണ്ടും അതെ. മൊഞ്ചുള്ള പെൺകുട്ടികളെ ആളുകൾ, പെൺകുട്ടി ഭയങ്കരമായിട്ട് പഠിക്കണം എന്നൊന്നും അവർക്കില്ല. പിന്നെ പഠിച്ചേ പറ്റുള്ളൂ എന്ന് പെൺകുട്ടികൾക്ക് നിർബന്ധവുമില്ല. അത് നമ്മുടെ ഒരു ഫോൾസ് പെർസെപ്ഷനാണ്. എല്ലാ പെൺകുട്ടികൾക്കും പഠിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. ഇപ്പോൾ എൻ്റെ ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ ഒരു 50 നമ്പേഴ്സ് കുട്ടികളുണ്ടെങ്കിൽ അതിലൊരു 10 പേർക്ക് പഠിക്കണം താല്പര്യമില്ലാത്തവരാണ്. അവർക്ക് അതിനുള്ള സ്കില്ലില്ല, ടാലൻ്റ് ഇല്ല. അവർക്ക് കല്യാണം കഴിച്ചാൽ മതി. അവർക്ക് കല്യാണം കഴിച്ച് ഹസ്ബൻഡിൻ്റെ കൂടെ നന്നായിട്ട് ജീവിച്ചാൽ മതി, കുട്ടികളെ ഉണ്ടായി അങ്ങനെയൊക്കെ മതി അവർക്ക്. പക്ഷെ അതിലും കയറി നമ്മൾ അല്ല അവരെ നമ്മൾ നന്നാക്കിയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവർക്ക് വേറൊരു തരത്തിലുള്ള ലൈഫാണ് നമ്മൾ, അതല്ല, ഇറ്റ്സ് ദെയർ ഹാപ്പിനെസ്. സോ ബേസിക്കലി അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ ഉമയുമയായിട്ടുള്ള ചർച്ച വരുമ്പോൾ ആ ദേശത്തിൻ്റെ കഥയാണത് പറഞ്ഞു വരുന്നത്. എൻ്റേതായിട്ടുള്ള പ്രത്യേക ഇൻപുട്ടുകളോ ഞാൻ കാണുന്ന സാധനങ്ങളോ അതിൽ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചിട്ടില്ല. അത് ചില കാര്യങ്ങളുള്ളത് അത് ആ കുട്ടി ചോദിക്കുന്ന ഡൗട്ടായിട്ടാണ് വരുന്നത്. അത് ആ കുട്ടിയുടെ ഡൗട്ട് തന്നെയാണ്. കഴിഞ്ഞോ ടൈം? ഓക്കെ, ഇനി ആർക്കും എന്താ ചോദിക്കാനുണ്ടോ? അയ്യോ അതോ ഒന്നും ബിബിൻ, ആ ചോദ്യം ഞാൻ ഏറ്റെടുക്കില്ല കേട്ടോ. പെട്രോൾ തീർന്നാലേ വണ്ടി ടാങ്ക് തുറന്നിട്ട് അതിൽ തുപ്പിയിട്ടൊക്കെ വീണ്ടും സ്റ്റാർട്ടാക്കി പോകാം എന്നൊക്കെ പറയുന്ന ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നാട്ടാചാരം അല്ല, നാട്ടിലുള്ള ചില രീതികളായിരിക്കും. അങ്ങനെ ചില ദേശങ്ങൾ കണ്ടിട്ടില്ല, അല്ല ഉണ്ടാവും, അപ്പം അങ്ങനെ ഉണ്ടാവും.
പക്ഷേ ഈ നേരത്തെ ചോദിച്ചതുപോലെ ഈ വേണമെങ്കിൽ മാഹിയിൽ ഇപ്പോൾ മതപരമോ വിശ്വാസപരമായിട്ടൊക്കെയുള്ള പഴയ കുറേ കാര്യങ്ങളെ ആഴത്തിൽ വേണമെങ്കിൽ വിമർശിക്കാം. പക്ഷെ അങ്ങനെ ഇൻറ്റൻഷനലി ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ചെയ്താൽ ഇപ്പോൾ എഴുത്തുകാരി ക്രൂശിക്കപ്പെടും എന്നുള്ളൊരു തോന്നലുണ്ടോ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ? ദേവിയ ചേച്ചി ഈ പുസ്തകം എഴുതും എന്നോട് പറഞ്ഞത്, എനിക്ക് ഈ പുസ്തകം ഭയങ്കര ഇഷ്ടപ്പെട്ടു ഫാത്തി. ഞാൻ ശരിക്കും പ്രതീക്ഷിച്ചിട്ടില്ല അത് ചേച്ചിയെ പോലെ ഒരാളൊന്നും വായിച്ച് സ്വന്തം ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യാമെന്ന് എന്നോട് ഇങ്ങോട്ട് പറയാൻ മാത്രമുള്ളൊരു പുസ്തകമാണ്. പക്ഷേ ചേച്ചി പറഞ്ഞത് എനിക്ക് ഫ്രീ ആയിട്ട് വായിക്കാൻ, റിലാക്സ്ഡ് ആയിട്ട് വായിക്കാൻ പറ്റുന്ന ഒരു പുസ്തകം. എല്ലാവരും ഇപ്പോൾ ബുക്ക് എഴുതുന്നത് നാട് നന്നാക്കാനോ ആളുകളെ നന്നാക്കാനോ ആണെന്നാണ്. അപ്പോൾ ഒരു എഴുത്തുകാരിക്ക് അങ്ങനെ ആരെങ്കിലും നന്നാക്കിക്കൊണ്ടേ എന്തെങ്കിലും എഴുതാനുള്ള ഇതുണ്ടോ എന്ന് ഞാനത് എഴുതുമ്പോൾ വിചാരിച്ചില്ല. അപ്പം കണ്ട കാര്യങ്ങളും അതിൽ സാമൂഹിക വിമർശനങ്ങളും ഉണ്ടാവാം, അല്ലാത്തത് ഉണ്ടാവാം, അങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. മറ്റേ സൈഡ് ആലോചിച്ചിട്ടില്ല. അങ്ങനെ ആലോചിച്ച് ചെയ്യുമ്പോൾ നമ്മളതൊരു ഫാബ്രിക്കേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് വരും. അതിൽ ഉണ്ട് വിമർശനങ്ങൾ, പക്ഷെ അത് സ്വാഭാവികമായിട്ട് വന്ന കാര്യങ്ങളേ ഉള്ളൂ. ഏറ്റവും സരസമായിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. വിമർശനം വളരെ നല്ല രീതിയിൽ വിമർശനങ്ങളുണ്ട്, പല പല ചാപ്റ്ററുകളിലുണ്ട്. ഒട്ടും വിമർശിക്കാത്ത പുസ്തകമൊന്നുമല്ല, ഒരുപാട് വിമർശനങ്ങളുണ്ട്. പക്ഷെ അത് അവതരിപ്പിച്ചിട്ടുള്ള രീതിയാണ്, അത് കൈതപ്രം നമ്പൂതിരിയും എല്ലാം അത് തന്നെയാണ് എഴുതിയിട്ടുള്ളത്. ആ സരസമായ ഭാഷയിൽ എങ്ങനെ വിമർശിക്കാൻ കഴിയുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ ഈ സെഷന് കയറുന്നതിന് തൊട്ട് മുമ്പ് മാഹിയുമായി ബന്ധപ്പെട്ട എഴുത്ത് നമ്മൾ ഏറ്റവും ആദ്യം കണക്ട് ചെയ്യുക മുകുന്ദൻ സാറിനെയാണ്. മുകുന്ദൻ സാർ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം സുനിൽ പി ഇളയടത്തിന് പുസ്തകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുക. തീർച്ചയായിട്ടും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ്. എന്നിട്ട് ഫാത്തിനോട് പറയാണ് ഇത് മറ്റ് ദേശങ്ങളിലോട്ടും എത്തണം. കാരണം മാഹിയുടെ ഭാഷയുടെ ആ മൊഞ്ച് ബാക്കിയുള്ളവരും കൂടി അറിയണം. ആ മൊഞ്ച് എന്നുള്ള വാക്ക് തന്നെയാണ് അദ്ദേഹം യൂസ് ചെയ്തത്. ബാക്കിയുള്ളവരും കൂടി അറിയണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ ആളുകളിലോട്ട് ഈ പുസ്തകം എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരുപാട് പുസ്തകം വിറ്റഴിഞ്ഞു പോയി. കഴിഞ്ഞ ഷാർജ ബുക്ക് ഫെയറിലും എല്ലാം ചർച്ചയുണ്ടായിരുന്നു. കൂടുതൽ വേദികളിൽ ഈ പുസ്തകം ചർച്ച ചെയ്യപ്പെട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. താങ്ക് യു എവ്രി വൺ. വന്ന എല്ലാവരോടും നന്ദി. ഫസലുർ റഹ്മാൻ, മാതൃഭൂമി, അതുപോലെ അണിയറ പ്രവർത്തകർക്കും താങ്ക് യു മാം.